കർത്താവ് ചോദിക്കുന്നു, ആരാണ് ഈ പൂച്ചാണ്ടികൾ? കർത്താവിനെയും വിശുദ്ധ വേദപുസ്തകത്തെയും വിറ്റ് തിന്നുന്ന പല രൂപത്തിലും ഭാവത്തിലും നടക്കുന്ന ഈ പൂച്ചാണ്ടികളെ കണ്ടാൽ കർത്താവ് ചോദിക്കില്ലേ, മോന്മാരെ നിങ്ങളൊക്കെ ആരാടേ എന്ന്? പള്ളികൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു, ഇവന്മാർ പള്ളികൾ ഉണ്ടാക്കി. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിക്കരുതെന്ന് പറഞ്ഞു, ഇവന്മാർ പലതരത്തിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി ആരാധിപ്പിക്കുന്നു, കച്ചവടമടിക്കുന്നു, കാശുണ്ടാക്കുന്നു. ധനവാന്റെയും ലാസറിന്റെയും ഉപമങ്ങൾ വായിച്ചിട്ട് മെനകെട്ട അരമനകളിൽ സമ്പത്ത് സ്വരുക്കൂട്ടുന്നു. നിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക എന്ന തിരുവചനം വായിച്ചിട്ട് ജനങ്ങളുടെ സ്വോത്രകാഴ്ചയും ദശാംശവും മേടിച്ച് അപ്പം മാത്രമല്ല വിസ്കിയും അടിക്കുന്നു. നിന്റെയൊന്നും അളിഞ്ഞ യാഗമല്ല ത്യാഗമത്രേ വേണ്ടതെന്ന് കർത്താവ് പറഞ്ഞെങ്കിലും പൂച്ചാണ്ടി വിഷവും കെട്ടി ക്രിസ്തുപദം ബാലെ കളിച്ച് തിരിശരി രക്തങ്ങൾ എന്ന് പറഞ്ഞ് ഗോതമ്പപ്പവും മുന്തിരിച്ചാറും ജനങ്ങളുടെ അതരത്തിൽ വെച്ച് കൊടുത്തിട്ട് അടുത്ത ദിവസം അത് മലമായി കക്കൂസുകളിൽ നിക്ഷേപിക്കുന്നവർ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. ഈ സാത്താൻ എന്നൊരു സാധനമുണ്ടെങ്കിൽ അത് ഈ മോന്മാരല്ലേ? ഈ പൂച്ചാണ്ടി വിഷവും കെട്ടി നടക്കുന്ന, ക്രിസ്തുവിനെ അവസരം കിട്ടുമ്പോഴെല്ലാം അപമാനിക്കുന്ന, വചനവിരുദ്ധമായ പ്രവൃത്തികൾ മാത്രം ചെയ്തു കൂട്ടുന്ന, ആടുകളെ ഇടറിക്കുന്ന, ആടുകളെ കൊലയോടെ പറിച്ചു തിന്നുന്ന, നിത്യനാശത്തിലേക്ക് നയിക്കുന്ന ഇവന്മാരല്ലേ യഥാർത്ഥത്തിൽ സാത്താന്മാർ? ഇവന്മാരല്ലേ എന്ന് സംശയം ചെറുതായി തോന്നി തുടങ്ങിയ ഒരു കത്തോലിക്ക സഭാംഗമായ കുര്യൻ എന്നൊരാൾ എന്നെ വിളിച്ചത് കേൾക്കുക. ഹലോ, ഞാൻ ഞങ്ങളുടെ ഒരു വാർത്ത കണ്ടു, അതിനനുസരിച്ചിട്ട് വിളിച്ചതാണ്. ഞാൻ കുര്യൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഞാനൊരു വാർത്ത ഞങ്ങളുടെ വിശുദ്ധന്മാരെ പള്ളീനെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കണ്ടു, അപ്പൊ അത് വിളിച്ചതാണോ? ഇവിടെ ഇപ്പൊ എന്തിനാ ഈ പള്ളി പണിയണേ? എന്തിനു വേണ്ടിയിട്ട് പള്ളി പണിയുന്നത്? ആർക്ക് വേണ്ടിയിട്ട് പള്ളി പണിയണേ? പള്ളി പണിത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക, യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ റൂമിൽ കയറി നിന്ന് കഥ കടച്ചിട്ട് രഹസ്യമായിരിക്കുന്ന പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തിനാ പള്ളി? എന്തിനാണ് ഇത്ര വിഗ്രഹങ്ങളുടെ കാര്യം വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആകാശത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് അടിയിലോ ജലത്തിലോ ഉള്ള യാതൊന്നിന്റെ രൂപമോ വിഗ്രഹമോ പ്രതിരൂപമോ ബിംബമോ നിർമ്മിക്കാൻ പാടില്ല, അതിനെ കുമ്പിടാനോ വണങ്ങാനോ പാടില്ല. പിന്നെ എന്തിനാ ദേവാലയത്തിലെങ്കിലും വിഗ്രഹങ്ങളും പ്രതിമകളും രൂപങ്ങളും സൃഷ്ടിക്കുന്നത്? അതിന് ധൂപാർച്ചനാണ്. എന്തിനാ? അപ്പൊ ഇതൊക്കെ മനുഷ്യനെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളല്ലേ? പിന്നെ ദേവാലയം, ഒരു പള്ളി കഴിഞ്ഞാൽ ഒരു ഹോള് പണിതിടാം. നമുക്കൊരു സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കൂടി ചർച്ച ചെയ്യാൻ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊരു ഹോള് പണിതിടാം. അല്ലാതെ ഒരു പള്ളി പണിതിട്ട് അവിടെ ഒരു സാധനം പണിതിട്ട് കോടികൾ ചെലവാക്കി പള്ളി പണിതിട്ടൊരു കാര്യമില്ല. പട്ടിണി കിടന്ന് മനുഷ്യൻ ഈ ഉള്ള സമ്പാദ്യം മുഴുവനും പള്ളിക്കും കുരിശിനും കാര്യത്തിനും കൊണ്ടു കൊടുത്തിട്ട് അത് മുഴുവനും പണി കഴിഞ്ഞാല് പിന്നെ അവരുടെ അധീനതയിലായി, പിന്നെ അവരുടെ നിയമങ്ങൾക്ക് അടിമയായിട്ട് നമ്മൾ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മുടെ ഒരു ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നിയമങ്ങൾ ഉണ്ടാക്കും. ഇത് പള്ളി പണിയാനും കഷ്ടപ്പെടാനൊക്കെ ഈ പാവപ്പെട്ട ജനങ്ങൾ വേണം. അത് കഴിഞ്ഞ് അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് യാതൊരു വിലയില്ല. ഇതെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കോവിഡ് വന്നിട്ട് നമുക്ക് ദൈവം നേരിട്ടൊന്നും കാണിച്ചു തരില്ല. ഓരോ അടയാളത്തിൽ കൂടിയിട്ടാണ് ഓരോരോ കാര്യങ്ങൾ കാണിച്ചു തരിക. ഇതിന് കോവിഡ് വന്നിട്ട് ഈ ഭൂമിയിലുള്ള സകലമാനം ആരാധനാലയങ്ങളും പള്ളിയായാലും അമ്പലമായാലും മോസ്കായാലും ഒക്കെ അടച്ചു. കാരണം എന്താ? അവിടെ പോയി ആളുകൾ കൂടി കഴിഞ്ഞാൽ കോവിഡ് എന്ന മഹാമാരി മറ്റുള്ളവർക്ക് പകരും. അപ്പൊ അവിടെ നമ്മൾ എന്തിനാ ഈ ആരാധനാലയങ്ങൾക്ക് പോകുന്നത്? നമ്മുടെ സങ്കടങ്ങൾ പറയാനും ദൈവത്തോട് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഈ രോഗം പകരാൻ പാടുണ്ടോ? അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ രോഗം പകരാൻ പാടില്ല, ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ ദേവാലയങ്ങളൊക്കെ അടച്ചിട്ടപ്പോ എന്തുണ്ടായത്? അവിടെ ആ ചൈതന്യം ഇല്ലാന്ന് മനസ്സിലായില്ലേ? പിന്നെ വിഗ്രഹം വെച്ചിട്ട് അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് നമ്മൾ നിലവിളിച്ചിട്ട് കൂർക്കുളിച്ച് പ്രാർത്ഥിച്ച് പകലുണ്ടാക്കിയിട്ട് അത് കേൾക്കില്ല. അതൊരു പണ്ടൊരു മലയാള സിനിമയുടെ പാട്ടുണ്ട്, വിളിച്ചാൽ മിണ്ടാത്തൊരു ബിംബം, അതിന് എന്തിന് അലങ്കാരം, എന്തിന് തേവാരം. നമ്മൾ ഉപയോഗിക്കുന്ന വിഗ്രഹങ്ങളായാലും ഫോട്ടോകളായാലും രൂപങ്ങളായാലും അത് താഴെ വീഴുക, കേടുവരിക, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് വരെ കളഞ്ഞു. അപ്പൊ ആ ദൈവത്തിന്റെ ചൈതന്യം അവിടെ പോയി. അപ്പൊ മനുഷ്യൻ മനസ്സിലാക്കാനുള്ളത് രഹസ്യമായിട്ടിരിക്കുന്ന പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യുന്നത്. കുറെ പള്ളി പണിതിട്ടു, കുറെ അച്ഛന്മാരുണ്ടാക്കി. ഇവര് ചെയ്യണത് അമ്മാടിത്തര കാരോട് ചോദ്യം ചെയ്യാൻ. എവിടെയും ഇവിടെ മനുഷ്യൻ ഭൂമിയിലെവിടെ പുണ്യവാനുള്ളത്? ഒരു പുണ്യവാനുമില്ല. കാരണം ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്നത് ആദത്തിന്റെയും ഹവ്വയുടെയും സന്തതി പരമ്പരകളായിട്ടല്ലേ? അങ്ങനെയല്ല. ഈ ആദും ഹവ്വയും പാപം ചെയ്യുന്നത് വരെ അവർക്ക് യാതൊരു ലജ്ജയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്കൊരു നിയമം കൊടുത്തു, ആ നിയമം ലംഘിച്ചിട്ട് നോക്കിയപ്പോൾ അവർക്ക് നാണം വന്നു. അവർ മരത്തില് ഇലകളൊക്കെ വെച്ചിട്ട് നാണം മറച്ചു. ദൈവം ഇറങ്ങി വന്ന് അവരെ വിളിച്ചിട്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നഗ്നനാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പൊ അവര് വിലക്കപ്പെട്ട കനി നിന്നിട്ട് നോക്കിയപ്പോൾ ഞാൻ പാപം വന്നു. ഇങ്ങനെ നിയമം ലംഘിച്ചപ്പോൾ, നിയമം ഇല്ലെങ്കിൽ പാപമില്ല, നിയമം ലംഘിച്ചിട്ട് നോക്കിയപ്പോൾ പാപം വന്നു. ആ പാപത്തിന്റെ ശിക്ഷയായിട്ട് ആ പുരുഷന് നീ ഭൂമിയിൽ അധ്വാനിച്ച് നെറ്റിയിലെ വേർപ്പോണ്ട് ജീവിക്കാനും സ്ത്രീക്ക് പ്രസവവേദന കൊണ്ട് ജീവിക്കാനും പറഞ്ഞൊരു ശിക്ഷയും കൊടുത്ത് അവരെ ഏദൻ തോട്ടത്തിൽ നല്ല പ്രതീക്ഷ പുറത്താക്കി. അതാണല്ലോ ചരിത്രം പറയണത്, ബൈബിള് പറയണേ. അപ്പൊ ഈ പാപം ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുക. പിന്നെ എവിടെയാണ് വിശുദ്ധന്മാരും പുണ്യവാന്മാരും ഉണ്ടാവണം? ഈ പാപമുള്ള ഒരു വിശുദ്ധന്മാരായി തീരുക.
അവരെയൊക്കെ നല്ല മാതൃകകൾ നമുക്ക് അനുകരിക്കാം, അതിന് യാതൊരു തെറ്റുമില്ല. നല്ല മനുഷ്യരുണ്ട്, അവരുടെ നല്ല മാതൃകകൾ നമുക്ക് അനുകരിക്കാം. ഇപ്പൊ മാതാവിനെ പറയുന്നുണ്ട് ഉത്ഭവഭാവമില്ലാതെ ജനിച്ചൊരു ആളാണെന്ന്. എവിടുന്ന് ഉത്ഭവഭാവമില്ലാണ്ട് ജനിക്കുന്നത്? എവിടുന്ന് മാതാവ് വന്ന്? അപ്പൊ ഇത് കൊട്ടിഘോഷിച്ച് മനുഷ്യനെ വിഷം കയറ്റിയിട്ട് പറഞ്ഞ് പറ്റിച്ചാൽ പോരാ. ചരിത്രങ്ങൾ നമ്മൾ അന്വേഷിക്കുന്നത് നമുക്ക് മനസ്സിലാണ് മാതാവ് എവിടുന്ന് വന്നു. മാതാവ് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ആദത്തിനോടൊപ്പം സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ത്രീ ആദ്യം ഉണ്ട്, അവയ്ക്ക് മുമ്പ്. ബൈബിള് പണ്ടത്തെ ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞത് മനുഷ്യനെ 6-ാം ദിവസം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. സൃഷ്ടികർമ്മം പൂർത്തിയായി. ദൈവം 7-ാം ദിവസം സാബത്ത് വിശ്രമിച്ചു. അതിനുശേഷമാണ് മറ്റുള്ള ജീവജാലങ്ങളെ ആദത്തിന്റെ മുന്നിൽ കൂടി കടത്തി വിടുമ്പോൾ ആദം മൃഗങ്ങളോട് കുറെ പേര് വിളിക്കാൻ പറയുന്നുണ്ട് ജീവജാലങ്ങൾക്ക്. അങ്ങനെ അവൻ വിളിക്കുന്ന പേരുകൾ മുഴുവനും അതിനായി തീരാണ്. അങ്ങനെയാണ് ദൈവം ബൈബിളിൽ പറയുന്നത്. അതിനുശേഷം ആദം നിരാശനായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് നോക്കിയപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, എന്താണ് നിന്റെ നിരാശയ്ക്ക് കാരണം? ഈ പോയവർക്കെല്ലാം ഇണകളുണ്ട്, എനിക്ക് മാത്രം ഇണയില്ല. അപ്പൊ ദൈവം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല, അവന് ഒരു യോജിച്ച ഇണയെ ഞാൻ നൽകും. അപ്പോ അങ്ങനെ പറയാൻ കാരണം എന്താ? അതിന്റെ മുമ്പുണ്ടായിരുന്ന സ്ത്രീ എവിടെ പോയി? അതിനോടൊപ്പം സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ എവിടെ പോയി? അതുകൊണ്ട് മറച്ചു വെക്കപ്പെട്ടിരിക്കുക. ഇതാണ് രഹസ്യം കണ്ടെത്തേണ്ട കാര്യം. മറച്ചു വെച്ചിട്ടുള്ള രഹസ്യം. അതെ, അത് ചോദ്യം വരണല്ലോ, അതിനുള്ള അറിവ്. ചോദിക്കാതിരുന്ന മനുഷ്യൻ അടിമയായിട്ട് പോകും. ഈ യുക്തി ഇല്ലാത്തടത്താണല്ലോ മതം വളരുന്നത്. അതെ, അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല് മനുഷ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു മഹാന്റെ മുന്നിലും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവ പ്രശ്നമായി ഉത്തരമില്ലെങ്കിലേ എല്ലാം തികഞ്ഞവരാരുമില്ല. നമുക്ക് അറിവില്ലാത്ത നമ്മൾ കണ്ടെത്തണം. അറിവില്ലായ്മ പഠിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം ഈ ബൈബിളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 6-ാം ദിവസം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നുള്ളത്. അപ്പൊ ആ സൃഷ്ടിച്ച സ്ത്രീ എവിടെ പോയി എന്നാണ് എന്റെ ചോദ്യം. അല്ലേ? അന്ന് അവർക്ക് പാപം കാര്യങ്ങളൊന്നുമില്ല. പിന്നീടാണ് ആദ്യം ഏകനായിരിക്കുമ്പോൾ അവൻ നിരാശ കണ്ടിട്ട് നോക്കിയപ്പോ അവന് ഇണയില്ല, എനിക്ക് ഇണയില്ല എന്നുള്ള പരാതി പറഞ്ഞപ്പോൾ അവന്റെ ഇടത്തെ ഭാര്യയിൽ ഊരിയിട്ട് ഔവയെ സൃഷ്ടിക്കുന്നത്. അപ്പൊ ആദ്യം സൃഷ്ടിക്കപ്പെട്ട സ്ത്രീ അവിടെ പോയി. അപ്പൊ ദൈവം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയുടെ രഹസ്യം അറിയണമെങ്കിൽ ഇവര് കുറച്ച് അന്വേഷിച്ചു പോകണം. ആ സ്ത്രീയുടെ പേര് ലില്ലിത്ത് എന്നാണ്. ഈ ലില്ലിത്ത് രണ്ടുപേരും ഒരുമിച്ച് സൃഷ്ടിച്ചിട്ട് നോക്കിയപ്പോ ഈ ആദം അവളിൽ ആധിപത്യം നേടാൻ ശ്രമിക്കണം. ഏത് രീതിയിലാണെന്ന് എനിക്കറിയില്ല. മനസ്സിലായ? ഒരു പക്ഷേ ലൈംഗികമായിട്ടായിരിക്കും, എന്തായിരിക്കും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആധിപത്യം നേടാൻ ശ്രമിച്ചിട്ട് നോക്കിയപ്പോ അവള് ദൈവത്തോട് പരാതി പറയുന്നുണ്ട്. ദൈവത്തോട് പരാതി പറയുമ്പോൾ ദൈവം നിശബ്ദനായിട്ടിരിക്കണം, എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാനായിട്ട് കാത്തിരിക്കുക. അപ്പൊ നമ്മൾ വീടുകളിലെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചിട്ട് മക്കള് ചെറിയ ചെറിയ കുസൃതികൾ കാണിക്കുമ്പോൾ അവർ തല്ലുവിടുമ്പോൾ നമ്മളെ നോക്കിയിരിക്കും. കാരണം വലിയ വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഇടപെട്ടിട്ട് പരിഹരിക്കും, അല്ലെങ്കിൽ അവരത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതാണ് നോക്കണത്. അല്ലെങ്കിൽ അതിനത്ര കാര്യമായിട്ട് കൊടുക്കില്ല. എന്നതുപോലെ ആയിരിക്കണം ഒരു പക്ഷേ ഈ സ്ത്രീ പരാതി പറഞ്ഞപ്പോ ദൈവം ശ്രദ്ധിക്കാതിരുന്നുണ്ടാവും, എങ്ങനെ പരിഹരിക്കുന്നു അല്ലെങ്കിൽ എന്താ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കാം. പക്ഷെ അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അവളത് ഇടഞ്ഞു പോയി ദൈവത്തിനെതിരെ ആയി തീർന്നു. കാരണം എന്താ വെച്ചാൽ പപ്പനോടും മോടും പരാതി പറഞ്ഞിട്ട് അവര് പരിഹരിക്കുന്നില്ല, അവരെന്ത് ചെയ്യുക? അവരവരുടെ വഴി നോക്കും. ഇത്രയും കേട്ടിട്ടും പറഞ്ഞിട്ടും അവർക്ക് ചിന്താശക്തി ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാ? അതിന് ഞാനും ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ യേശുക്രിസ്തു ജീവിച്ചിട്ടുള്ള കാലത്ത്, ഭൂമിയിലുള്ള കാലത്ത് ഒരു പട്ടണത്തിൽ വന്നിട്ട് നോക്കിയപ്പോ അവിടെ വലിയൊരു ഭ്രാന്തനെ പോലെയുള്ള ഒരാളുണ്ടായിരുന്നു. അപ്പൊ അവനെ സിംസേരിയിലാണ്, അവനെല്ലാവർക്കും ഭയമാണ്. അപ്പൊ അവന്റെ അടുത്തേക്ക് പോയിട്ട് ഇപ്പൊ ശിഷ്യന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ പറഞ്ഞു അവൻ പോകണ്ട, അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്, ആക്രമിക്കും എന്നുള്ള ഭീഷണി. അപ്പൊ യേശുക്രിസ്തു ഒന്നും ആര് പറഞ്ഞും കേട്ടില്ല. അവിടെ ചെന്നിട്ട് അവന്റെ അടുത്തേക്ക് തന്നെ പോയത്. അവിടെ ചെന്നിട്ട് നോക്കിയപ്പോ അവൻ ആദ്യമേ യേശുക്രിസ്തു ഒന്നും അയാളോട് ചോദിച്ചിട്ടില്ല. അപ്പൊ അവന് മനസ്സിലായി ഇത് ആരാണ് വന്നിട്ടില്ല എന്നുള്ളത്. അപ്പൊ അവൻ തിരിച്ചു ചോദിക്കണത് സമയമാവുന്നതിന് മുമ്പായിട്ട് നീ ഞങ്ങളെ പീഡിപ്പിക്കാൻ വന്നത് എന്തിനാന്ന്. അപ്പൊ യേശുക്രിസ്തു ഒന്നും പറഞ്ഞിട്ടില്ല, പീഡിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ പിശാച് ബാധിതനായിട്ടുള്ള ആൾക്ക് മനസ്സിലായത് യേശുക്രിസ്തു ദൈവപുത്രനാണെന്നുള്ളത്. അപ്പൊ അവിടുന്ന് പറയണത് എന്താ, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നീ ഞങ്ങളുടെ സമയത്തിന്റെ പൂർത്തീകരണത്തിന്റെ മുമ്പ് ഞങ്ങൾ നശിപ്പിക്കരുതെന്ന്, ഞങ്ങളെ അവിടെ മേയുന്ന പന്നിക്കൂട്ടത്തിലേക്ക് പോകാനായിട്ട് അനുവദിക്കാൻ. അപ്പോ ഈ അവരുടെ പേര് ചോദിക്കുമ്പോൾ പറഞ്ഞ ലഗിയോൺ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ, ഒരു കൂട്ടാണ്. അപ്പൊ ഈ പന്നികളിലേക്ക് പ്രവേശിക്കാനാണ് ഇവനോട് അനുവാദം ചോദിച്ചത്. ഈ പന്നികളിലേക്ക് പ്രവേശിച്ചിട്ട് നോക്കിയപ്പോ ഈ പന്നികൾ ആകെ ബഹളം ഉണ്ടാക്കിയിട്ട് അവിടെ ചെങ്കുത്തായിട്ടുള്ള ഒരു മലനിരയാണ്, താഴത്ത് കടലാണ്. ആ കടലില് ഒന്നുപോലും ബാലൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ പോയിട്ട് ചാടിക്കെത്തും. പറഞ്ഞത് മനസ്സിലായ? കാരണം ഒരെണ്ണെങ്കിൽ പോലും എന്താന്നുള്ളത് തിരിഞ്ഞ് ചിന്തിച്ചില്ലാന്ന്. ഇതാണ് ഇപ്പൊ മതത്തിന്റെ പിന്നാലെ നടക്കുന്ന ആളുകളുടെ അവസ്ഥ. കാരണം അവരെന്ത് പറയണോ അത് അപ്പടി അനുസരിക്കുക. ഒന്ന് തിരിഞ്ഞു നിന്നിട്ട് ചിന്തിക്കുക, എന്തിനാണ് ഞാൻ ഓടണേ, എവിടേക്കാണ് ചെന്ന് ചാടണേ, ചാടിയവരുടെ അവസ്ഥ എന്താണെന്ന് തിരിഞ്ഞു ചിന്തിക്കണില്ല. ഇവരൊക്കെ നശിക്കാനുള്ളത് അവിടെയാണ് പിശാച് ഭരിക്കുന്നത്. മനസ്സിലായ? ഇതാണ് എന്റെ ചെറിയൊരു അറിവ് വെച്ചിട്ട് ഞാൻ പറയണത്. നമ്മുടെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചോദിച്ചെങ്കിൽ മാത്രമേ അറിവുണ്ടാവുള്ളൂ, എന്നെങ്കിലും വളർച്ച ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വളഞ്ഞു പോകും. ഇവിടെ മതങ്ങളും എല്ലതും ചെയ്തുകൊണ്ട് മനുഷ്യനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അധ്വാനിച്ച് പണം കൊണ്ടുപോയിട്ട് അവര് സുഖിച്ച് ജീവിച്ച് പെണ്ണുപിടിക്കുക, സകല തമ്മാടിത്തരങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അവരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അവരെ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ശാപം കിട്ടിയ ആളുകളായി. അപ്പൊ
അപ്പൊ ഈ മതത്തിന് പിന്നാലെ പോകുന്നവരൊക്കെ ഞാൻ പറഞ്ഞാൽ പന്നികളുടെ പോലെ. കാരണം പന്നികൾക്ക് ഉയർന്ന് ചിന്തിക്കാൻ തല ഒന്നിച്ച് നോക്കാൻ പറ്റില്ല. അവിടെ പന്നികൾ മാത്രമല്ല, ആ നാടുകളിൽ ആടിനി മേയ്ക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ആടുകളിൽ പ്രവേശിക്കാൻ പറഞ്ഞില്ല, ആവശ്യപ്പെട്ടില്ല അവര്. കാരണം ഏറ്റവും നികൃഷ്ട ജീവിയായിട്ടാണ് പന്നീനെ അന്ന് കണ്ടുപിടിച്ചിട്ട് ചളിയിലും മാനത്തിലൊക്കെ കിടക്കുന്ന ഒരു ജീവിയായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ അതിലേക്ക് പ്രവേശിക്കാനും അവര് കടലിൽ ചെന്ന് ചാടി ചാവാനും അവസരം ഉണ്ടായത്. ഇന്നതുപോലെ തന്നെയാണ് ഇവിടുത്തെ മതങ്ങൾ മുഴുവൻ. ഈ കോവിഡ് വന്നപ്പോ പോലും തിരിച്ചു ചിന്തിക്കാൻ ആളുകൾ തയ്യാറായിട്ടില്ല. കോവിഡ് വന്നിട്ട് നോക്കിയപ്പോ നമുക്ക് ഒരിക്കലും പോയിട്ട് സങ്കടം പറയാനോ ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റിയിരുന്നില്ല. കാരണം എല്ലാം അടച്ചിട്ടു. അവിടെ പോയി കോവിഡ് വരും. കോവിഡ് വന്ന് കോവിഡിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല. കോവിഡ് വന്നവരൊക്കെ മരിച്ചു പോകുന്നു. ഒരു പുരോഹിതനോ ഒരു പൂജാരിയോ ഒരു സംസ്കാരത്തിന് വേണ്ടിയിട്ട് പോകാൻ തയ്യാറായിരുന്നില്ല. കാരണം എന്താ, അവർക്ക് വിശ്വാസമില്ല. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായ? നമ്മള് കുർബാന സ്വീകരിക്കുന്നുണ്ടല്ലേ പള്ളികളിൽ, അപ്പം സ്വീകരിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഒക്കെ ഞാൻ RC ആണ്, എനിക്ക് ഇതിനൊന്നുമില്ല. ഈ സാധനം എടുത്തിട്ട് ഇപ്പൊ കയ്യിലേക്ക് കൊടുക്കുക. മറ്റത് അത് നാവിലാണ് വെച്ചിരുന്നത്. ഇപ്പൊ കൈ കൊടുക്കാൻ തുടങ്ങിയോ? ഈ കയ്യിൽ കൊടുത്തോണ്ട് കുറച്ചു കാലമായി. ഈ സാധനം കയ്യിൽ കൊടുക്കുന്നത് എന്താ, മറ്റത് നാവിലാണ് വെച്ച് കൊടുത്തിരുന്നത്. മനസ്സിലായേ? അപ്പൊ ഈ നാവിൽ വെച്ച് കൊടുക്കുമ്പോ ഇവരുടെ കൈ പരസ്പരം ഈ നാവിലൊരു പക്ഷെ സ്പർശിക്കാം. നാവിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം ഇവരെ ഈ രണ്ട് കൈയും ഈ കാസയിലേക്ക് കഴുകണം. ഈ കാസയിലേക്ക് കഴുകിയിട്ട് ആ ഇതിൽ ഈ അപ്പത്തിന്റെ എന്തെങ്കിലും ഒരു അംശം കയ്യിലുണ്ടെങ്കിൽ അത് പുറത്ത് താഴെ പോകാൻ പാടില്ല, അത് ഒരു ഉള്ളിലേക്ക് കഴിക്കണം എന്നുള്ള രീതിയിലാണ് ഈ കാസയിലേക്ക് കഴിക്കണത്. അപ്പൊ ഈ രോഗാണുക്കൾ മുഴുവൻ ഇവരുടെ നാവിൽ വെച്ചിട്ടുള്ള രോഗാണുക്കൾ ഇവരുടെ കയ്യിൽ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാർക്കും പല രോഗമുള്ള ആളുകളാവില്ലേ. അപ്പൊ ഇതൊക്കെ ഇവര് ഈ വെള്ളം അവർ കുടിക്കണം കൊടുക്കും. അപ്പൊ എന്താ ഈ രോഗങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാം. അപ്പൊ അവർക്ക് പേടിയാ. അപ്പൊ അതിന് തീരുമാനം എടുത്ത് എന്താ, കയ്യിലേക്ക് ഇട്ട് കൊടുത്താൽ ഞാൻ രോഗാണുക്കൾ വരുന്നില്ലല്ലോ. ആ ഒരു രീതിയിൽ അതിപ്പോ കയ്യിൽ കൊടുക്കലാക്കി. അത് കാലങ്ങളാക്കിയിട്ട് അതിപ്പോ എയ്ഡ്സ് വന്നപ്പോഴാണ് തുടങ്ങിയത്. ഇപ്പൊ കോവിഡ് വന്നപ്പോ ഒന്നുകൂടി സ്ട്രോങ് ആയി. പക്ഷെ ഇവരിത് ഈ അപ്പം നാവിൽ വെച്ച് കൊടുക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. മിശിഹായുടെ തിരുശരീര രക്തങ്ങള് കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനും കാരണമാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. നിത്യജീവനും കാരണമാകുമ്പോൾ നിത്യജീവൻ ഉണ്ടെങ്കിൽ അവിടെ ഒരു രോമം പോലും നമ്മുടെ ശരീരത്തിൽ കൊഴിഞ്ഞു പോവില്ല. കാരണം അവിടെ കൊഴിഞ്ഞു പോക്ക് വരണേ അവിടെ മരണം സംഭവിച്ചെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത്രയും പ്രാർത്ഥന ചെല്ലുന്ന ആളുകൾക്ക് ഈ വിശ്വാസം പ്രവൃത്തി കൂടെ കാണിക്കാൻ പറ്റില്ല. ഇവരെന്തിനാ പഠിക്കുന്നത് പറഞ്ഞത് മനസ്സിലായി? ഞാൻ എന്റെ ചെറിയൊരു അറിവാണ് ചോദിക്കുന്നത്. അപ്പൊ എന്റെ ഒരു അറിവില് ഇവിടെ പാപമുള്ളവർക്ക് നഗ്നത ഉണ്ടാവും. കാരണം ആദം അവയും പാപം ചെയ്തിട്ട് നോക്കിയപ്പോഴാണ് അവർക്ക് നഗ്നത മനസ്സിലായത്. നമ്മുടെ മറ്റുള്ള ജീവജാലങ്ങൾ വല്ലവരും തുണി എടുത്ത് നടക്കണ്ട. കാരണം അവർക്ക് അങ്ങനെ ഒരു നിയമമില്ല. മനുഷ്യന് മാത്രം നിയമം കൊടുത്തുള്ളൂ. നിയമം ലംഘിക്കുന്നവരെ അവർക്ക് നഗ്നത തിരിച്ചറിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് പാപമില്ല എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല. പാപിയാണ് മനുഷ്യന്ന്. അപ്പൊ അവിടെ വിശുദ്ധനില്ലാന്ന് അതേ ഞാൻ പറഞ്ഞു വരുന്നത്. വിശുദ്ധനുണ്ടോ? ഇപ്പൊ നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോയിട്ട് കോടതി ശിക്ഷിക്കുക. ശിക്ഷിച്ച് കഴിഞ്ഞാല് നമ്മള് ശിക്ഷിക്കുന്ന ആളായി. ഇപ്പൊ സംശയത്തിന്റെ മുകളിലാണെങ്കിൽ കൊണ്ടുപോയിട്ട് തൽക്കാലം റിമാൻഡ് ചെയ്തിരുന്നു. വിധി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ശിക്ഷ കിട്ടുന്നത്. ഇവിടെ ചെയ്തിട്ടുള്ള ആളുകളുടെ അവസാനം ആളിലാണ് വിധി വരുന്നത്. അന്തിമ വിധി വരുമ്പോഴാണോ നീ നല്ലവനാണോ കെട്ടവനാണോ എന്ന് തിരിച്ചറിയണത്. അതിന്റെ മുമ്പ് നീ എങ്ങനെ വിശുദ്ധനാവണേ? ഇവിടെ വിശുദ്ധന്മാരാണ്. ഇവിടെ മാർപ്പാപ്പന്മാര് വരി നിർത്തി കൊടുക്കുന്ന പുണ്യവന്മാരൊക്കെ ഉള്ള ആൾക്കാർ തന്നെ, ആളുകളാണ്. ഇവിടെ ഒരാൾ പുണ്യവനായി കഴിഞ്ഞാൽ പള്ളി പണിയില്ലായി, അതിന് പിരിക്കലായി പണിയായി. ഇതെന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട്? ജോലിയല്ല മനുഷ്യന് കൊടുക്കുന്നത്. ഒരു ശില്പി ഒരു ശില്പം നിർമ്മിക്കുന്നോളം അയാൾക്ക് ആ കല്ലിന്റെ മുകളിലെ ശില്പത്തിന്റെ മുകളിൽ എവിടെയൊക്കെ വേണേ എങ്ങനെയൊക്കെ വേണേ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് അങ്ങോട്ട് പൂജാരിക്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ നമ്മൾ തൊട്ടതായി അല്ലേ? ഇത് മനുഷ്യനൊന്ന് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളുടെ ഈ റിപ്പോർട്ട് വായിച്ച് കണ്ടിട്ട് നോക്കിയപ്പോ എനിക്കത് വല്ലാത്ത മനസ്സിൽ പറയാനുള്ളൊരു ആഗ്രഹം തോന്നിയിട്ട് പറഞ്ഞതാണ് ഞാൻ കേട്ടാ. അപ്പൊ ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. ഇവര് പറയണത് മുഴുവൻ അപ്പാടെ നമ്മൾ അങ്ങോട്ട് വിഴുങ്ങി പോകാൻ പറ്റില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.